ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചേച്ചിക്ക് ഇപ്പോൾ 7th month ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 7th month ചടങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൊണ്ടാക്കുന്ന ഒരു ചടങ്ങില്ല, കൊണ്ടുവരുന്ന ചടങ്ങുള്ളൂ കേട്ടോ. മറ്റേ സെക്കൻഡ് പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുവരുന്നുള്ളൂ, കൊണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ 16-ാം തീയതി വരെ മറ്റേ കർക്കിടകമായിരുന്നല്ലോ. അപ്പോൾ കർക്കിടകത്തിൽ കൊണ്ടുവരാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കർക്കിടകത്തിലല്ല, ചിങ്ങം ഫസ്റ്റിൽ തന്നെ കൊണ്ടുവരാണ് കേട്ടോ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ 19-ാം തീയതിക്ക് ചെക്കപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ ചിങ്ങം ഫസ്റ്റിന് തന്നെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു, 17-ാം തീയതി തന്നെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോണത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കാണ് പോണത്. ഉച്ചയ്ക്ക് ഒരു 1 മണിക്കാകുമ്പോൾ പോണത്. ഇത്തിരി നേരത്തെ ആക്കിയതെന്ന് വെച്ചാൽ ഇപ്പോൾ ഫുൾ ബ്ലോക്കാണ്. പുഴയ്ക്കിൻ്റെ ആ ഒരു സ്ഥലത്തൊക്കെ ഫുൾ ബ്ലോക്ക് ആയതുകൊണ്ട് അമല തൊട്ട് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നേരം നമ്മൾ ബ്ലോക്കിലേക്ക് എടുക്കണം എന്നറിയാം, അതുകൊണ്ട് നമ്മൾ ഇത്തിരി നേരത്തെ ഇറങ്ങിയത്. പക്ഷേ ഇത് ഇത്ര ബ്ലോക്ക് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് എത്തുമെന്ന് വിചാരിച്ചു, പക്ഷേ നമ്മൾ ഇത്തിരി ലേറ്റായി എത്തുമ്പോൾ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് മുല്ലപ്പൂ മേടിച്ചിട്ടുണ്ട് കേട്ടോ. മുണ്ടൂര് ഇറങ്ങിയിട്ടാണ് മുല്ലപ്പൂ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഉറപ്പുണ്ടായിരുന്നില്ല കേട്ടോ മുല്ലപ്പൂ കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല. തലേദിവസം മേടിക്കാനായിട്ട് മറക്കുകയും ചെയ്തു. അതുകൊണ്ട് പിന്നെ പിറ്റേ ദിവസമാണെന്ന് വെച്ചാൽ ഞായറാഴ്ച ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് കിട്ടുമോ ഇല്ലയെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്കായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുല്ലപ്പൂ. ഒരു 4 മുഴം നമ്മൾ മേടിച്ചിട്ടുണ്ട്. ആകെ 4 മുഴം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് അത്ര ആവശ്യമില്ല, പക്ഷെ നമ്മളെന്തായാലും കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ അപ്പോൾ കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും അപ്പം കുഴപ്പമില്ല, 4 മുഴം എടുത്തോ പറഞ്ഞിട്ട് നമ്മളങ്ങനെ അത് മേടിച്ചു കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും അപ്പൂസ് ചെറുതായിട്ടൊന്ന് ഉറങ്ങി കേട്ടോ. ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ഇത്തിരി ഉറക്കം ഉള്ളതാണ്. അപ്പം ആൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഉറങ്ങി, പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കാറിൽ. അപ്പോൾ അങ്ങനെ ആൾ സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് പിന്നെ അവിടെ എത്തിയപ്പോഴാണ് എണീറ്റിട്ടുണ്ടായിരുന്നു. അതുവരെ ഉറക്കത്തിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കോടന്നൂർ എത്തിയത് ഒരു 2:30 ആ ഒരു ടൈം ആകുമ്പോഴേക്കാണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇത്തിരി ലേറ്റായി. അപ്പോൾ ചേച്ചി ചോദിച്ചു എൻ്റെ അടുത്ത് എന്താ ഇത്ര ലേറ്റായി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ബ്ലോക്കായിരുന്നു, ബ്ലോക്കും കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ വരാനായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളൊരു 2:30 ആകുമ്പോൾ വീട്ടിലെത്തി. അപ്പോൾ ആ ഒരു ടൈമിൽ ചേച്ചി മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നത്തെ ദിവസം ഇടുന്നത് കേട്ടോ, തലേദിവസം മേടിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ കടയുടെ ഉദ്ഘാടനമായിരുന്നു. അപ്പോൾ അതിന് പോയിട്ട് വന്ന്, അപ്പോൾ രണ്ടും ഒരു ദിവസം ആയതുകൊണ്ട് ഇത്തിരി ലാഗായിരുന്നു കേട്ടോ. അപ്പോൾ അവരവിടേക്ക് പോയി കാലത്ത്, അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് പോയപ്പോൾ മൈലാഞ്ചിയും കാര്യങ്ങളും മേടിച്ചപ്പോൾ ആൾക്ക് ഇടാനായിട്ടൊരു ഇത് തോന്നി, അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ ഉള്ളിലേക്ക് കയറി കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. 2ാമത്തെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സംഭവം ഇല്ല, പക്ഷേ നമ്മളൊരു ചടങ്ങാണല്ലോ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വേഗം തന്നെ ചേച്ചീനെ മാറ്റിക്കാനായിട്ട് പോയിട്ടുണ്ട്, സാരി മാറ്റിക്കാനായിട്ട് പോയി. അപ്പോൾ മന്ത്രകോടിയൊന്നും അല്ല എടുത്തിട്ടുണ്ടായിരുന്നത്, കംഫർട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു സാരി എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒത്തിരി ഒതുങ്ങിക്കിടക്കുന്നത്. ഇപ്പോൾ 2ാമത്തെ ആയതുകൊണ്ട് നമ്മളധികം മന്ത്രകോടി എടുക്കണമെന്നില്ല. ഇപ്പോൾ അവരുടെ മമ്മിയാണെങ്കിൽ തന്നെ പറഞ്ഞു, നീ സാരി എടുക്കണമെന്നില്ല, നീ ചുരിദാർ ഇട്ടാലും മതി. പക്ഷെ നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സാരി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം മിയൂസ് ആണെങ്കിൽ ഒരു പട്ടുപാവാട പോലത്തെ ഒരു സംഭവമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ മിയൂസിന് നമ്മൾ മുല്ലപ്പൂ വെച്ച് കൊടുത്തിട്ടുണ്ട്, ചേച്ചിക്ക് മുല്ലപ്പൂ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളൊരു 3 മണിക്കായിട്ടുണ്ടായിരുന്നു ഇറങ്ങി വരുമ്പോൾ, സാരി മാറി വരുമ്പോൾ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് പ്രാർത്ഥിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ.
കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ചായക്കായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളയപ്പവും വട്ടയപ്പവും അതുപോലെ തന്നെ ചിക്കൻ കറിയും കുറുമക്കറിയും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മാത്രമേ ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ, അവരുടെ ഭാഗത്തുനിന്ന് ആരും ഇരുന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതേ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഇതേ പ്രാർത്ഥനയ്ക്ക് ചേച്ചി പ്രാർത്ഥനയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുടുംബ പ്രതിഷ്ഠ സംഭവങ്ങളൊക്കെ ചൊല്ലിയിട്ട് ചേച്ചി എല്ലാവരോടും യാത്ര പറയാണ് കേട്ടോ. പോയിട്ട് വരാമെന്ന് അവരുടെ വല്യമ്മമാരോടും ഷാനോടും പിന്നെ അവരുടെ എല്ലാ കസിൻസിൻ്റെ അടുത്തും, അധികം കസിൻസ് ഇല്ല, ഉള്ള കസിൻസിൻ്റെ അടുത്ത് എല്ലാവരോടും, ഡാഡിയുടെ അടുത്തും മമ്മീൻ്റെ അടുത്തും ചേച്ചിയുടെ അടുത്തും എല്ലാവരുടെ അടുത്തും പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ അവർ പറയുക നീ പോയിട്ട് എന്തായാലും അടുത്ത ആഴ്ച വരുമല്ലോ അങ്ങനെയൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പം ചേച്ചി അപ്പോൾ അധികം ദിവസം വീട്ടിൽ നിൽക്കുന്നില്ല, ആകെ ഒരു 1 വീക്കേ അവിടെ നിൽക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വന്നിട്ട് കൊണ്ട് വരും കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ജോലിക്ക് പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം നിർത്തുന്നില്ല. പിന്നെ ചേച്ചിക്ക് ഇവിടെ ആയാലും ആൾക്കാരുണ്ടാവും, മമ്മി ആയാലും ഡാഡി ആയാലും ഇവിടെ ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേച്ചി ഒരു 1 വീക്ക് അവിടെ നിന്നിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മ്യൂസാണെന്ന് വെച്ചാൽ ചെറിയൊരു വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മ്യൂസിനങ്ങനെ എല്ലാവരും കാണുമ്പോൾ ആൾ അടുത്തേക്കൊന്നും പോവില്ല, ചിലവരുടെ അടുത്തേക്ക് മാത്രമേ പോവുള്ളൂ, അങ്ങനത്തെ ഒരു പ്രകൃതമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 4 മണി 4:30 ആവാറായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. 4 മണി ആയിട്ടുണ്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. പിന്നെ നല്ല ബ്ലോക്ക് ഉണ്ടെന്ന് അറിയാം, അതുകൊണ്ട് നമ്മൾ വീട്ടിലെത്തുമ്പോൾ ലേറ്റ് ആവും എന്നറിയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്.